ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗൂഗിൾ സാർ നല്ല പേരുകേട്ട വക്കീലാണല്ലോ. അദ്ദേഹം നമ്മുടെ പ്രോസിക്യൂട്ടറായിട്ട് വന്നാ നല്ലതല്ലേ? മേഡത്തിന് ആളെ വേണ്ടത്ര പരിചയമില്ലല്ലേ? കറുത്ത കോട്ടണിഞ്ഞ ഹരിചന്ദ്രനാണ് ഗോകുൽ. ഇത്തരം ഹരിചന്ദ്രന്മാർ നമ്മുടെ വഴി കൂടെ വരാൻ അല്പം പ്രയാസപ്പെടും. വക്കീലിനെ ഞാൻ ഡീൽ ചെയ്തോളാം. പുറത്ത് കിടക്കുന്ന പോലീസ് ജീവന്റെ കാര്യം ചോദിച്ചാലോ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ജെനി, വേഗം കുട്ടികളെ വിളിക്ക്. അച്ഛാ, സാറ് വെറുതെ ബുദ്ധിമുട്ടി ഇവിടെ വരെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ ഡ്രൈവറെയും കൂട്ടി മോളെ അങ്ങോട്ട് അയക്കുമായിരുന്നു. അത് ശരിയാവില്ല. ഞാൻ തന്നെ വിളിക്കാൻ വന്നില്ലെങ്കിൽ മോക്കത് വിഷമാവും അല്ലേ? ഓ, നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണല്ലേ? എന്നേക്കാൾ കൂടുതൽ അമ്മയുമായിട്ടാ മോക്ക് അറ്റാച്ച്മെന്റ്. പക്ഷേ അച്ഛൻ ചെയ്യേണ്ട കടമകൾ അച്ഛൻ ചെയ്യണമല്ലോ. മോളെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി ആയിരുന്നോ? നല്ല സൂപ്പർ ട്രിപ്പ് ആയിരുന്നു അച്ഛാ. അങ്കിൾ, ഇന്ന് ഇവരെ കൊണ്ടുപോണോ? നാളെ കൊണ്ടുപോയാ പോരെ? അങ്ങനെയാണെങ്കിൽ ഇന്നും കൂടി നമുക്ക് ഒരുമിച്ച് നിൽക്കായിരുന്നല്ലോ. അയ്യോ, അത് പറ്റില്ല മോളെ. ഗൗരിമോളുടെ അമ്മ ആകെ വിഷമിച്ചിരിക്കുക. ഒരു ദിവസം മോള് മാറി നിന്നപ്പോ തന്നെ അമ്മ ആകെ മൂഡ് ഓഫ് ആയിരിക്കുക. എങ്കിൽ പിന്നെ ഇനി ഞങ്ങൾ ലേറ്റ് ആക്കുന്നില്ല, ഇറങ്ങട്ടെ? ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമുക്ക് അകത്തേക്ക് ഇരുന്നാലോ? അയ്യോ, അതിന് സമയമില്ല. എനിക്ക് പോകാൻ ധൃതിയുണ്ട്. മേഡം പറഞ്ഞോളൂ. അമ്മാവന്റെ കേസിലെ പ്രതിയെ പിടിച്ചു. ഓ, പോലീസ് വളരെ ഫാസ്റ്റ് ആണല്ലോ. നന്നായി. എന്റെ അമ്മാവനെ കൊന്നിട്ട് ഇത്രയും വർഷങ്ങൾ ആർക്കും ഒരു സംശയം കൊടുക്കാതെ ആ പ്രതി മുങ്ങി നടന്നു. സത്യം പറഞ്ഞ എന്റെ അമ്മാവന്റെ കാര്യത്തില് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് സാർ. എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു അമ്മാവൻ. പോട്ടെ, എന്തായാലും പ്രതിയെ കിട്ടിയല്ലോ. പ്രോസിക്യൂഷൻ സാർ തന്നെ ആയിരിക്കില്ലേ? 100% ഒന്നും അതിന് സാധ്യതയില്ല. ഈ കോടതിയില് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് വേറെ ഉണ്ടല്ലോ. എന്റെ അമ്മാവന്റെ കേസില് സാർ തന്നെ പ്രോസിക്യൂട്ടറായിട്ട് വരണമെന്ന എന്റെ ആഗ്രഹം. ആ പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ എന്നെ വാങ്ങിച്ചു കൊടുക്കണം. ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. എന്തായാലും കേസ് കോടതി വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. പാവന്റെ അമ്മാവനെ കൊന്ന പ്രതി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. ഇപ്പോ പ്രതിയെ അറസ്റ്റ് ചെയ്തല്ലേ ഉള്ളൂ. റിമാൻഡും തെളിവെടുപ്പും പിന്നെ കുറ്റപത്രം സമർപ്പിക്കലും ഒക്കെ ആയിട്ട് ട്രയൽ തുടങ്ങാൻ സമയമെടുക്കും. ആ സമയത്ത് നമുക്ക് വേണ്ട പോലെ ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പോ ഇവരെ കൊണ്ടുവരാനായിട്ട് ആര് വരും? അല്ല, ഗൂഗിൾ സാർ ഇപ്പോ 2 കുട്ടികളുടെ കസ്റ്റഡിയും കൂടി ആയി. അതൊന്നും സാരമില്ല. ഇതൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇവരെ ഞാൻ കൊണ്ടുകൊള്ളാം. അപ്പൊ ശരി. മോളെ, എന്നോട് ബൈ പറയ്. ബൈ ആന്റി. ബൈ മോളെ. ഇനി ഇതുപോലെ വല്ലപ്പോഴും വരണം കേട്ടോ. വരാ ആന്റി. ചിപ്പിയെ ഒരു ദിവസം ഞങ്ങളെ വീട്ടിലോട്ട് വിടണേ. അതിനെന്താ, ആന്റി ഒരു ദിവസം വരുന്നുണ്ട് മോളുടെ വീട്ടിലേക്ക്. അമ്മയെ കണ്ട ഒരു താങ്ക്സ് പറയാൻ. അപ്പൊ ചിപ്പി മോളെയും കൊണ്ടുവരാം. ശരി ആന്റി. വാ മക്കളെ, വാ.
പോയല്ലേ? ഇപ്പൊ സാറിന്റെ പേടി മാറിയോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേടിയുണ്ടായിട്ടല്ല. വക്കീലന്മാരല്ലേ, നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഗൂഗിൾ സാർ നല്ല പേരുകേട്ട വക്കീലാണല്ലോ. അദ്ദേഹം നമ്മുടെ പ്രോസിക്യൂട്ടറായിട്ട് വന്നാ നല്ലതല്ലേ? മാഡത്തിന് ആളെ വേണ്ടത്ര പരിചയമില്ലല്ലേ. കറുത്ത കോട്ടണിഞ്ഞ ഹരിചന്ദ്രനാണ് ഗോകുൽ. ഇത്തരം ഹരിചന്ദ്രന്മാർ നമ്മുടെ വഴി കൂടെ വരാൻ അല്പം പ്രയാസപ്പെടും. അതിനൊക്കെ വഴിയുണ്ട്. ആദ്യം കേസ് കോടതി വരട്ടെ. സാറ് ഇനിയുള്ള സാറിന്റെ ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്താൽ മതി. ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടരുത്. ബാക്കി ഞാൻ ചെയ്തോളാം. ഈ കുഞ്ഞുങ്ങളാകെ മൂഡ് ഓഫ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്ത് പറ്റിയാവും? എന്ത് പറ്റി രണ്ടുപേർക്കും? ഒരു മൂഡ് ഓഫ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഒന്നുമില്ല അങ്കിൾ. ആ, അങ്ങനെ പറഞ്ഞ് ഞാൻ സമ്മതിക്കത്തില്ല. സ്ലീപ്പ് ഓവറിന് പോയത് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പ്രശ്നം? എന്താ രണ്ടുപേരുടെ മുഖം എന്തോ കണ്ട് പേടിച്ചതുപോലെ? പോയ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവർക്കൊരു പ്രശ്നമില്ല. ഗെയിമൊക്കെ കളിച്ചതിന് ക്ഷീണത്തിലാ. അല്ലേ എന്തോ? ശരി, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഗെയിം?